മാഡത്തിന് എന്താ വേണ്ടത്? സ്കൂളിലെ പൊടിപ്പിള്ളേരുടെ പാത്രം കഴുകി മതിയാകാഞ്ഞിട്ടാണോ നീ ഇപ്പൊ വലിയവരുടെയും പാത്രം കഴുകാനായിട്ട് ഹോട്ടൽ പണി തിരഞ്ഞെടുത്ത്? എന്തായാലും പുരോഗതിയൊക്കെ ഉണ്ട്. കുട്ടികളുടെ എച്ചിൽ പാത്രത്തിൽ നിന്നും മുതിർന്നവരുടെ എച്ചിൽ പാത്രത്തിലേക്ക് പ്രൊമോഷൻ കിട്ടിയല്ലോ. വെരി ഗുഡ്. എന്തായാലും ഈ സപ്ലൈയുടെ വേഷം നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് കൂട്ടുകാരി. വേറൊന്നും കൊണ്ടല്ല, ഗൗതമിനെ കല്യാണം കഴിച്ചതിന് ശേഷമാണല്ലോ നീ കൊള്ളാവുന്ന ഒരു തുണിയെങ്കിലും ഇടാൻ തുടങ്ങിയത്. അതുകൊണ്ട് നിനക്കിപ്പോഴും ചേരുന്നത് ഇതൊക്കെ തന്നെയാ. നീ പിന്നെ പ്രണവിനെ പറ്റിച്ച് അവന്റെ ഭാര്യ ആവുന്നതിന് മുൻപേ കോടീശ്വരിയായിരുന്നല്ലോ. 50 നില മാളികയിൽ പട്ടുവസ്ത്രം ഉടുത്ത് ജീവിച്ചിരുന്നവളാണല്ലോ നീ. ഈ ഹോട്ടലിലെ വെറും സപ്ലയറാ നീ. ഒരു കസ്റ്റമറോട് മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയില്ലോടി നിനക്ക്? ഇപ്പൊ കാണിച്ചു തരാം ഞാൻ. എക്സ്ക്യൂസ് മീ, ഒന്ന് വരുമോ? എന്താ മേഡം? എന്തു പറ്റി മേഡം? അല്പ മര്യാദയ്ക്ക് പെരുമാറുന്ന ബേറർമാരെ വെച്ചൂടെ ഹോട്ടലില്? ഒരു കസ്റ്റമറോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് ഇവരെയൊക്കെ ആദ്യം ഒന്ന് പഠിപ്പിച്ചു കൊടുക്ക്. നിധിയെ കുറിച്ചാണോ മേഡം പറയുന്നത്? നിധി വളരെ ഡിസിപ്ലിൻഡായി ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണല്ലോ മേഡം. എന്തു പറ്റി മേഡം? അപ്പൊ ഞാൻ കള്ളം പറയുന്നതാണോ? എന്നോട് ഇവള് വളരെ മോശമായിട്ടാണ് മിസ്റ്റർ ഇടപെട്ടത്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സോറി മേഡം. നിധി, മേഡം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്തു കൊടുക്ക്. ശരി സർ. ആ ശരി. എന്താടി, ഇനി നിനക്കൊന്നും പറയാനില്ലേ? നാവ് ഇറങ്ങിപ്പോയോ നിന്റെ? കഴിക്കാൻ എന്താ വേണ്ടത്? എന്തെന്ത്? ഞാനെന്താ ഇവിടെ അന്നദാനം കഴിക്കാൻ വന്നത്? നോക്ക്, മാഡത്തിന് കഴിക്കാൻ എന്താ വേണ്ടത് എന്നിങ്ങോട്ട് ചോദിച്ചേ. മാഡം അത് ചേർത്ത് വിളിക്കണം, മനസ്സിലായോ? മാഡത്തിന് എന്താ വേണ്ടത്? പോയൊരു പപ്പായ ജ്യൂസ് എടുത്തിട്ട്. പറഞ്ഞത് കേട്ടില്ലേ? പപ്പായ ജ്യൂസ് ഒരെണ്ണം. അല്ല, മാഡം പ്രഗ്നന്റ് അല്ലേ? എന്റെ അറിവ് അങ്ങനെയാണ് കേട്ടോ. അപ്പൊ പിന്നെ പപ്പായ ജ്യൂസൊക്കെ കുടിക്കാൻ പറ്റുമോ? അത് കുഞ്ഞിന് ദോഷമാണ് മാഡം. എന്റെ വയറ്റിലുള്ള കുഞ്ഞുങ്ങളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. പിന്നെ അതിനെയൊക്കെ ഞാൻ ഗർഭത്തിലേ വളർത്തിയെടുക്കുന്നത് നല്ല സ്ട്രോങ് ആയിട്ട്. കാരണം നിന്നെ പോലെയുള്ളവരെയൊക്കെ അടിച്ചൊതുക്കാനുള്ളതാ. ഒരു പപ്പായ ജ്യൂസിനൊന്നും എന്റെ കുഞ്ഞുങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പൊ പറയുന്നത് നീ അങ്ങോട്ട് കേട്ടാ മതി. പോയി പപ്പായ ജ്യൂസ് എടുത്തിട്ട് വാടി. ഇല്ലാത്ത കുഞ്ഞുങ്ങൾക്ക് എന്ത് സംഭവിക്കാനാ അല്ലേ? പപ്പായ ജ്യൂസ് ഇപ്പൊ ശരിയാക്കി തരാം. നീ പപ്പായ ജ്യൂസ് എടുത്തോണ്ട് ഇങ്ങോട്ട് വാ. അതുകൊണ്ട് തന്നെ നിനക്കിട്ടൊരു പണി ഞാൻ തന്നോളാം. एक पपाया 2 ऑरेंज. दो ऑरेंज और एक पपाया. मैडम कुടിക്കൂ. ഈശ്വരമംഗലത്ത് വെച്ച് എന്തായിരുന്നു നിന്റെ ഷോ? ഇപ്പൊ മാഡം എന്നൊക്കെ വിളിച്ച് നീ ജ്യൂസ് കൊണ്ട് തരുമ്പോ വല്ലാതങ്ങ് കുളിര് പോരുവാ. താങ്ക്സ് മാഡം. എന്ത് പണിയാണ് ഈ കാണിച്ചേ? ഇങ്ങനെയാണോ സെർവ് ചെയ്യുന്നേ? എന്റെ ഡ്രസ് മൊത്തം നാശാക്കി. നീ കാല് വെച്ച് വീഴ്ത്തിയതല്ലേ? എന്താ മാഡം, എന്തു പറ്റി? നിങ്ങൾ ഈ സപ്ലൈ ഒപ്പിച്ച് വെച്ചിരിക്കുന്ന പണിയുണ്ടോ? നേരത്തെ ഞാൻ കുറ്റപ്പെടുത്തിയതിന്റെ ദേഷ്യത്തില് ഈ ഓറഞ്ച് ജ്യൂസ് കൊണ്ടുവന്ന് മനപ്പൂർ എന്റെ ദേഹത്തേക്ക് മറിച്ചിട്ടു. നോക്ക്. എന്താ നിധി ഇത്? സർ, ഞാൻ മനപ്പൂർവ്വം വീഴ്ത്തിയതല്ല. പിന്നല്ലാതെ നീ കൊണ്ടുവന്ന ജ്യൂസ് ഞാൻ സ്വയം എടുത്ത് എന്റെ ദേഹത്തേക്ക് ഒഴിച്ചു ആണോ? പറ.